ആരാധനാലയങ്ങളെ പോലും സംരക്ഷിക്കാൻ പോരാട്ടം നടത്തേണ്ടി വന്ന ഒരു ജനത ലോകത്ത് ഹൈന്ദവരല്ലാതെ മറ്റാരുമുണ്ടാകില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. 16ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈന്ദവ കേരളം സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് നൽകുകയെന്നതാണ് ലക്ഷ്യമെന്ന് ഹിന്ദു ധർമ്മ പരിഷത്ത് ചെയർമാനും ജനം TV MDയുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായർ വ്യക്തമാക്കി. തിരുവനന്തപുരം തെക്കേനടയിലെ പ്രിയദർശിനി ഹാളിൽ കഴിഞ്ഞ 4 ദിവസമായി നടക്കുന്ന 16ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് സമാപനമായി. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു. ആരാധനാലയങ്ങളെ പോലും സംരക്ഷിക്കാൻ പോരാട്ടം നടത്തേണ്ടി വന്ന ഒരു ജനത ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാകില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ 500 വർഷത്തെ പോരാട്ടമാണ് നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഒരുമിച്ച് കൂടൽ എന്ന് പറയുന്നത് തന്നെ ഒരർത്ഥത്തിൽ നമ്മുടെ പോരാട്ടത്തിന്റെ ഭാഗമാണ്. നമ്മുടെ സംസ്കൃതിയുടെ, നമ്മുടെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. കാരണം നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ആ തരത്തിലുള്ള പോരാട്ടങ്ങളുടെ ഒരു ചരിത്രം, ആ ചരിത്രമാണ് ഹിന്ദു സംസ്കാരം എന്ന് വിശേഷിക്കപ്പെടുന്ന ആ സംസ്കാരത്തിന്റെ ചരിത്രം. ഹൈന്ദവ കേരളം സംരക്ഷിച്ച വരും തലമുറയ്ക്ക് നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് ഹിന്ദു ധർമ്മ പരിഷത്ത് ചെയർമാനും ജനം TV MDയുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായർ വ്യക്തമാക്കി. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ മുടങ്ങാതെ ഈ പരിപാടി നടത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അന്നു മുതൽ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. ഗോപാൽജിയുടെ സമയമില്ല എന്ന് പറഞ്ഞാലും ഗോപാൽജി വിടാതെ എന്നെ അതിൻ്റെ ഒരു ഭാരവാഹിയാക്കി വെച്ച് ഇതിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളെല്ലാം ലക്ഷ്യം വരും തലമുറയ്ക്കൊരു നല്ല സുരക്ഷിത കേരളം, ഹൈന്ദവ കേരളം സംരക്ഷിച്ച് നൽകുക എന്നുള്ളതാണ്. BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, ക്ഷേത്രീയ ബൗദ്ധിക് ശിക്ഷൺ പ്രമുഖ് രാഷ്ട്രീയ സ്വയം സേവക് സംഘം KP രാധാകൃഷ്ണൻ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏപ്രിൽ 30-നാണ് 16ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ആരംഭിച്ചത്. ജനം, തിരുവനന്തപുരം.